നമ്മുടെ 2026 സ്റ്റഡി എബ്രോഡ് അല്ലെങ്കിൽ വർക്ക് എബ്രോഡ് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ജപ്പാൻ ഇത്ര നാളും ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു രാജ്യമൊന്നും അല്ലായിരുന്നു. ജപ്പാനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വരുന്നത് നിറയെ ചെറി ട്രീസും പിന്നെന്താണ് ഈ പിന്നെ നല്ല ചിറക് മാതിരിയുള്ള ഉടുപ്പും ഇട്ടിട്ടുള്ള ആൾക്കാരൊക്കെയാണ് മനസ്സിൽ വരുന്നത്. ജപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ ഒരു യുദ്ധത്തിൽ നിന്നും ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നു എണീറ്റ് വന്നൊരു രാജ്യമാണ്. ശരിക്കും ഫ്യൂച്ചറിൽ ജീവിക്കുന്ന രാജ്യം എന്നാണ് ജപ്പാനെക്കുറിച്ച് പറയുന്നത് തന്നെ. ഇപ്പോൾ ജപ്പാനിൽ ഇപ്പോൾ നിലവിൽ ഒരുപാട് തൊഴിൽ മേഖലകളുണ്ട്. നമുക്ക് ഇന്ത്യയിൽ നിന്ന് ജപ്പാനിലോട്ട് എങ്ങനെ ജോലിക്ക് ശ്രമിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഏതൊക്കെ തൊഴിൽ മേഖലകളാണുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ അവസരങ്ങളാണുള്ളത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് റിസർച്ച് ചെയ്യുക. IT ആണോ, ഹോസ്പിറ്റാലിറ്റി ആണോ, കെയർ ആണോ, എന്താണെന്ന് വെച്ചാൽ അത് റിസർച്ച് ചെയ്യുക. പിന്നെ എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കുക. ജാപ്പനീസ് ലാംഗ്വേജ് നമുക്ക് മസ്റ്റാണ്. ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫഷണൽസി ടെസ്റ്റ് ഉണ്ട്. അതൊരു ലെവൽ 2 എങ്കിലും പാസ്സായാലാണ് ശരിക്കും പറഞ്ഞാൽ ജപ്പാനിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അവർക്ക് അവരുടെ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജപ്പാനിൽ ലാംഗ്വേജ് ഇല്ലാതെ യാതൊരു കാര്യവും നടക്കത്തില്ല. ജപ്പാനീസ് ലാംഗ്വേജ് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ജപ്പാൻ്റെ കൾച്ചർ അറിഞ്ഞിരിക്കണം. ജപ്പാൻ എന്ന് പറയുന്നത് പിന്നെ ഒരു ഗ്രൂപ്പ് കൾച്ചറൊക്കെ ഫോളോ ചെയ്യുന്നതാണ്. അവരുടെ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ മിങ്കിളാവുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കും. ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ നമ്മുടെ സ്കിൽസ് മാത്രമല്ല നോക്കുന്നത്, അവർ നമ്മുടെ സോഫ്റ്റ് സ്കിൽസും നോക്കും. അപ്പം അത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ജപ്പാൻ്റെ ഒരു ഫോർമാറ്റിലുള്ള റെസ്യൂമെ, ജപ്പാൻ ഫോർമാറ്റ് റെസ്യൂമെ എന്ന് പറയുന്നത് ATS നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ജപ്പാൻ ഫോർമാറ്റ് റെസ്യൂമെ നിങ്ങൾ ഉണ്ടാക്കണം. അതിൻ്റെ അകത്ത് നമ്മളുടെ JLPT ലെവൽ എത്ര വരെ പാസ്സായി എന്നുള്ളത് മെൻഷൻ ചെയ്യണം. അടുത്ത് വരുന്ന ജോബ് പോർട്ടൽസിൽ രജിസ്റ്റർ ചെയ്യാം. ജപ്പാനിൽ ജോലി അന്വേഷിക്കാൻ പറ്റുന്ന കുറേ പോർട്ടൽസ് ഉണ്ട്. അതിൻ്റെ പേരും ലിങ്കും ഒക്കെ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അതിൽ കയറിയിട്ട് ഏതൊക്കെ ജോബ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് വിസ സ്പോൺസർ ചെയ്യുന്നത്, ഏതൊക്കെയാണ് റിമോട്ട്, അങ്ങനെയൊക്കെയുള്ള കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ ജപ്പാൻ ഡേവ്, ടോക്കിയോ ഡേവ്, അതൊക്കെയാണ് മെയിനായിട്ടുള്ള വെബ്സൈറ്റുകളുള്ളത്. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. പിന്നെ എന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കമ്പനിയുടെ സ്പോൺസർഷിപ്പിൽ തന്നെ പോകാൻ ശ്രമിക്കുക. കമ്പനി സ്പോൺസർഷിപ്പ് വിസയിൽ പോയാൽ മാത്രമാണ് നമുക്ക് താമസവും ഒക്കെ നമുക്ക് കുറച്ച് അഫോർഡബിളായിട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ ഏജൻസികൾ പറയുന്ന പോലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസയൊക്കെ ചിലവാകും. പക്ഷേ കമ്പനിയുടെ സ്പോൺസർഷിപ്പിൽ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു പിന്നെ അക്കോമഡേഷനും കാര്യങ്ങളും ഒക്കെ ആ ഒരു കമ്പനി തന്നെ നോക്കിക്കോളും. അപ്പം ഇതൊക്കെയാണ് ജപ്പാനിലോട്ട് നമുക്ക് ജോലി അന്വേഷിച്ച് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പം മസ്റ്റായിട്ട് ഓർക്കേണ്ട കാര്യം ജപ്പാൻ ലാംഗ്വേജ് പഠിക്കണം. ജാപ്പനീസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ.